गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മൊത്തം 6-ാമത്തെ പ്രശ്നമായിട്ടാണ് ചോദിച്ചത് കഹ പഥ്യതരഃ ധർമ്മഃ. പഥ്യതരമായ ഇതെന്താണ്? മറുപടി ധർമ്മമാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് എന്തിനെയാണെന്നാണ് ചോദ്യം. മറുപടി ധർമ്മം, ധർമ്മത്തെയാണ്. സൂക്ഷ്മ വിചാരം ചെയ്താൽ ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് ധർമ്മം. അനേന ധാര്യത്തെ സർവം, എല്ലാം യാതൊന്നിനാൽ ധരിക്കപ്പെടുന്നുവോ അതാണ് ധർമ്മം. ആണവിക കണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ സകലവും എന്തിനാലാണോ ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ച താളമാണ് ധർമ്മമെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ചിന്തകളെ കൊണ്ടോ ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം സംഭവിക്കാത്തതുപോലെ എല്ലാത്തിൻ്റെയും സ്നേഹപൂർണമായ പാരസ്പര്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് ധർമാചരണം. ഈ ധർമ്മത്തെയാണ് പഥ്യതരമായിട്ട് പറയേണ്ടത്. 7-ാമത്തെ ചോദ്യം കഹ ശുചിഹി, ആരാണ് ശുചി? ശുചി എന്ന് പറഞ്ഞാൽ ശുദ്ധതയുള്ളവൻ. ശുദ്ധനാരാണ്? പലപ്പോഴും നമ്മൾ ശുദ്ധനെന്ന് പറയുമ്പോൾ ദേഹത്തിൻ്റെ ശുദ്ധി എല്ലാം പരിഗണിക്കാം, കുളിച്ചവൻ, കുറിയിട്ടവൻ എന്നൊക്കെ. എന്നാൽ ഇവിടെ ആചാര്യൻ പറയുകയാണ് യസ്യ മാനസം ഇഹ ശുദ്ധം. ഇഹ ഇവിടെ ഈ ലോകത്തിൽ വിഷയങ്ങളുടെ മധ്യത്തിൽ സകലവിധ ദ്വന്ദ്വങ്ങളുടെയും മധ്യത്തിൽ, അതാണ് ഇഹ എന്ന് പറയുമ്പോൾ ഇവിടെ. യസ്യ മാനസം ശുദ്ധം, ആരുടെ മനസ്സ് ശുദ്ധമാണോ അവനാണ് ശുചി. അല്ലാതെ ബാഹ്യമായ ശൗചമല്ല ഇവിടെ പറയുന്നത്. അവനെ പറ്റിക്കണം അവളെ പറ്റിക്കണം എന്നുള്ള ചിന്തയില്ലാതെ ആർജവത്തോടുകൂടി അശുദ്ധ വിചാരങ്ങളില്ലാതെ ആര് ഈ ലോകത്തിൽ കഴിയുന്നുണ്ടോ അയാളാണ് ശുചി. അതാണ് കഹ ശുചിഹി, ആരാണ് ശുചി? ഇഹ യസ്യ മാനസം ശുദ്ധം സഹ ശുചിഹി, ആരുടെ മനസ്സ് ശുദ്ധമാണോ അയാളാണ് ശുചി. അപ്പോൾ ഈ ശുചി ആയി തീരാൻ നമ്മൾ യത്നിക്കേണ്ടതാണ്. മനസ്സിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ സമ്മതിക്കാതെ നിരന്തരമായ വിചാരം ചെയ്തും ജപാദി സാധനകൾ ചെയ്തും പരമാവധി മനസ്സിനെ ശുദ്ധമാക്കാനും തദ്വാര ശുചിത്വത്തെ നേടാനും നാം പരിശ്രമിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം കഹ പണ്ഡിതഃ എന്നാണ്. ആരാണ് പണ്ഡിതൻ? പലപ്പോഴും പണ്ഡിതനെന്ന് പറയുമ്പോൾ ധാരാളം പ്രസംഗിക്കുന്ന ആളോ അല്ലെങ്കിൽ പുസ്തകം എഴുതുന്ന ആളോ സദസ്സിൽ ഗഹനങ്ങളായ വിഷയങ്ങളെ വ്യാഖ്യാനിച്ച് പ്രതിപാദിക്കുന്ന ആളോ അങ്ങനെയുള്ളവരൊക്കെ പണ്ഡിതരാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇവിടെ ആചാര്യൻ പറയുകയാണ് വിവേകി. ആർക്ക് വിവേകമുണ്ടോ അവനാണ് പണ്ഡിതൻ. വിവേകം തിരിച്ചറിവാണ്, വേർതിരിച്ചറിവാണ്. നിത്യമെന്ത് അനിത്യമെന്ത്, ഗ്രാഹ്യമെന്ത് ത്യാജ്യമെന്ത്, ഇങ്ങനെ എല്ലാത്തിനെ സംബന്ധിച്ചുമുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവോട് കൂടിയവനാണ് വിവേകി. വിവേകിയാണ് പണ്ഡിതൻ. അപ്പോൾ ആർക്ക് വിവേകമുണ്ടോ, ആർക്ക് തിരിച്ചറിവുണ്ടോ അയാൾ വിവേകി. വിവേകിയെയാണ് ഇവിടെ പണ്ഡിതനായിട്ട് കൂട്ടുന്നത്. ഇവിടെ എന്താണ് നിത്യാനിത്യ വസ്തു വിവേകം എന്നുള്ളിടത്ത്
ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ബ്രഹ്മസത്യം ജഗന്മിഥ്യേത്യേവം രൂപോ വിനിശ്ചയ സ്വയം നിത്യാനിത്യ വസ്തു വിവേക സമുദാഹൃത എന്ന് പറഞ്ഞു തരും. അപ്പം ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയ, ഇപ്രകാരമുള്ള നിശ്ചയം, വിശേഷമായ നിശ്ചയം, അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. സത്യമായത് ബ്രഹ്മം മാത്രം, ഈ ജഗത്ത് മിഥ്യയാണ്. ഈ ഒരു ദൃഢമായ ബോധമാണ് വിവേകം. ആ വിവേകമുള്ളവനാണ് വിവേകി. വിവേകിയെയാണ് പണ്ഡിതനെന്ന് പറയുന്നത്. അപ്പോൾ കഃ പണ്ഡിത വിവേകി. കിം വിഷം, 9ാമത്തെ ചോദ്യമാണ്. കിം വിഷം, വിഷം എന്താണ്? എന്താണ് വിഷം? മറുപടി അവധീരണ ഗുരുഷു. ഗുരുഷു, ഗുരുക്കന്മാരിൽ, ഗുരുജനങ്ങളിൽ, അമ്മ, അച്ഛൻ, ആചാര്യൻ തുടങ്ങിയവരിൽ, അഥവാ ഗുരുജനങ്ങളിൽ എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം. അപ്പോൾ ഗുരുജനങ്ങളിൽ അവധീരണ, അവധീരണ എന്ന് പറഞ്ഞാൽ അവജ്ഞ. ഇപ്പോൾ ഗുരുജനങ്ങളിൽ ചെയ്യുന്ന അവജ്ഞയാണ് ലോകത്തിൽ ഏറ്റവും വലിയ വിഷം. വിഷം കഴിച്ചാൽ നാം മരിച്ചു പോകുന്നു, മരണകാരണമാകുന്നു വിഷം. ഇതുപോലെ നമ്മുടെ ധാർമ്മികവും ആധ്യാത്മികവും സാംസ്കാരികവും എന്ന് വേണ്ട നമ്മുടെ മാനുഷികമായ വ്യക്തിത്വം തന്നെ മരിച്ചു പോവുകയാണ് ഈ വിഷം അകത്ത് ചെന്നാൽ. ഗുരുക്കന്മാരിലുള്ള അവഗണന, അവജ്ഞ, ഏറ്റവും വലിയ ക്ലേശമാണ് പൂജ്യ പൂജക വ്യതിക്രമം. എന്നുവെച്ചാൽ പൂജ്യൻ ആരാണ്, ആരെയാണ് പൂജിക്കേണ്ടത്, ആരാണ് പൂജകൻ, ഇത് വ്യക്തമായി വേർതിരിച്ച് നമുക്കറിയാൻ സാധിക്കണം. എപ്പോഴും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കണം, പൂജിക്കേണ്ടവരെ പൂജിക്കാൻ പഠിക്കണം. അതിൽ വൈപരീത്യം വന്നുകൂടാ, ഒരിക്കലും വന്നുകൂടാ. അതുകൊണ്ട് ഗുരുനാഥന്മാരിൽ, ഗുരുക്കന്മാരിൽ, ഗുരുജനങ്ങളിലുള്ള അവജ്ഞ ഏറ്റവും വലിയ വിഷമാണ്. അതേറ്റവും നാശത്തെ ചെയ്യുന്നതാണ്. പണ്ഡിതന്മാരുടെ സദസ്സിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അനുഗ്രഹബുദ്ധിയോടുകൂടി ഇരിക്കുന്നിടത്ത് ശ്വാസോച്ഛ്വാസം പോലും കഴിക്കരുതെന്ന് പറയും ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ തൻ്റെ ഉപനിഷത് ഭാഷ്യത്തിൽ. അവിടെ ശ്വാസോച്ഛ്വാസം കഴിക്കരുതെന്ന് പറഞ്ഞ അർത്ഥം ശ്വാസം അടക്കി നിൽക്കണമെന്നല്ല, മറിച്ച് അത്ര പോലും വിനയാന്വിതരായി തൻ്റെ അല്പജ്ഞാനം വിളമ്പി സമയം കളയാതെ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്നാണ് താത്പര്യം. അത്ര പോലും. അപ്പോൾ ഒരു കാരണവശാലും ഗുരുജനങ്ങളെ അവഗണിച്ചുകൂടാ, അവരെ അവജ്ഞ ചെയ്തുകൂടാ. അങ്ങനെ അവജ്ഞ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ വിഷം എന്നാണ് പറയുന്നത്.